ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കഴിഞ്ഞ 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം. നമുക്ക് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ. നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി നമ്മുടെ ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച വമ്പൻ സിനിമ തന്നെയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. എന്തായാലും പടത്തിന്റെ ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക് കേരളത്തിൽ നിന്ന് ആരംഭിക്കാം. കേരളത്തിൽ സിനിമയ്ക്ക് ബുധനാഴ്ച ദിവസം ഓൾമോസ്റ്റ് 1,15,00,000 കേരളത്തിലെ ഗ്രോസ് ആയിട്ട് കാണാൻ സാധിച്ചത് നമുക്ക് ഇന്നലെ. അങ്ങനെ ടോട്ടൽ സിനിമ അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ ഒഫീഷ്യൽ ആയിട്ട് നമ്മുടെ ലാലേട്ടന്റെ നാലാമത്തെ 80 കോടി സിനിമ വന്നിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ. സിനിമയ്ക്ക് ഇപ്പൊ നിലവില് 81,16,00,000 കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ മാത്രം ഇപ്പൊ നിലവിൽ ഓൾമോസ്റ്റ് 38,93,00,000. സിനിമ എന്തായാലും 14 ദിവസം കൊണ്ടാണ് 80 കോടിയിലോട്ട് എത്തിയത്. ഇന്ന് എന്തായാലും സിനിമയ്ക്ക് നാളെയും നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട്. പിന്നെ സിനിമയിൽ തമിഴ്നാട് പരിശോധിക്കാം. നമുക്ക് തമിഴ്നാട് ഓൾമോസ്റ്റ് 14 ദിവസം ആയിരിക്കുകയാണ്. 14ാമത്തെ ദിവസം സിനിമയ്ക്ക് 8 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്ന ഗ്രോസ് ആയിട്ട് ബുധനാഴ്ച. നിലവിൽ ഈ കഴിഞ്ഞ 14 ദിവസം കൊണ്ട് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 8,30,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഷെയർ കളക്ഷൻ ഓൾമോസ്റ്റ് 3,60,00,000 ആയിട്ടുണ്ട്. ഇനി നമുക്ക് തെലുങ്ക് പരിശോധിക്കാം. നമുക്ക് തെലുങ്കിലെ സിനിമയ്ക്ക് 14ാമത്തെ ദിവസം ഓൾമോസ്റ്റ് 12 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കും നമുക്ക് സിനിമയ്ക്ക് 14ാമത്തെ ദിവസം നമ്മുടെ തെലുങ്ക് ബോക്സ് ഓഫീസിൽ. സിനിമയ്ക്ക് തെലുങ്കിൽ നിന്ന് മാത്രം കഴിഞ്ഞ 14 ദിവസം കൊണ്ട് 11,10,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഷെയർ കളക്ഷൻ ഓൾമോസ്റ്റ് 5,19,00,000. നല്ല റണ്ണിങ് സിനിമയ്ക്ക് തെലുങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കർണാടക ബോക്സ് ഓഫീസ് പരിശോധിക്കാം. നമുക്ക് ദൃശ്യം 3 സിനിമയുടെ കർണാടകയിലെ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഈ കഴിഞ്ഞ 14ാമത്തെ ദിവസം ഓൾമോസ്റ്റ് ബുധനാഴ്ച 9 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നമുക്ക് ബുധനാഴ്ച. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് 14 ദിവസം കൊണ്ട് ഗ്രോസ് ആയിട്ട് 14,20,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ കളക്ഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് ഷെയർ കളക്ഷൻ 6,34,00,000 കാണാൻ സാധിക്കും ദൃശ്യം 3 സിനിമയ്ക്ക്. ഓൾമോസ്റ്റ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം 50 കോടിയുടെ അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ടോട്ടലായിട്ട് നോക്കുമ്പോൾ. ഇനി സിനിമയുടെ ഓവർസീസ് പരിശോധിക്കാം. നമുക്ക് ഇന്ത്യന്റെ വെളിയിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക, UK എന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് 60,79,00,000 കാണാൻ സാധിക്കുന്നുണ്ട് ഓവർസീസിന് മാത്രമായിട്ട്. അതും ഈ മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക, UK മാത്രം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 18,38,00,000 കാണുന്നുണ്ട് ടോട്ടലായിട്ട്. പിന്നെ UK നിന്ന് മാത്രം 13,04,00,000. ടോട്ടലായിട്ട് ഓവർസീസ് സിനിമയ്ക്ക് 111 കോടി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് കറക്റ്റഡ് ആയ ഒരു നമ്പേഴ്സ് വന്നിരിക്കുകയാണ് ഓവർസീസിന്റെ വിദേശത്തെ കളക്ഷന്. നിലവിൽ വിദേശത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് ലാലേട്ടന്റെ. ഓൾമോസ്റ്റ് 142,25,00,000 സിനിമയുടെ ഏറ്റവും ഉയർന്ന വിദേശത്തെ കളക്ഷന്. പിന്നെ നമ്മുടെ ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ സിനിമയാണ് 119,09,00,000 മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. ഓൾമോസ്റ്റ് 111,25,00,000 ഈ കഴിഞ്ഞ 14 ദിവസം കൊണ്ട്. നാലാം സ്ഥാനം നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമയാണ്. ഓൾമോസ്റ്റ് ഓവർസീസിന് മാത്രം 93,08,00,000. അഞ്ചാം സ്ഥാനം വാഴ 2 എന്ന സിനിമയാണ് 85,75,00,000. രണ്ട് സിനിമേന്റെയും ഓവർസീസിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ മറികടന്നിട്ടാണ് മൂന്നാം സ്ഥാനം വന്നിരിക്കുന്നത് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. എന്തായാലും നമ്മുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമയെ തകർത്താലും നമ്മുടെ എമ്പുരാൻ സിനിമേന്റെ ആ ഒരു റെക്കോർഡ് ഓവർസീസ് കളക്ഷൻ തകർക്കാൻ സാധിക്കത്തില്ല ലാലേട്ടന്റെ ദൃശ്യം 3 സിനിമയ്ക്ക്. ഇനി സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് 118 കോടിയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഗ്രോസ് സിനിമയ്ക്ക്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് കറക്റ്റഡ് ആയ കളക്ഷനിൽ ഓൾമോസ്റ്റ് 229 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലെ കളക്ഷന്റെ കറക്ഷൻ നല്ലപോലെ വന്നിട്ടുണ്ട് പലയിടങ്ങളിൽ, അല്ലെങ്കിൽ ഓവർസീസിലും അതുപോലെ തന്നെ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും കളക്ഷൻസ് നല്ലപോലെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. നിലവിലെ കളക്ഷൻ നോക്കുമ്പോൾ നിലവിൽ ഈ വർഷത്തെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് ആയി വാഴ 2 എന്ന സിനിമേന്റെ 235 കോടിന് മുകളിലുള്ള ആ ഒരു ഫൈനൽ കളക്ഷൻ തകർക്കാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട് നമ്മുടെ ദൃശ്യം എന്ന സിനിമേന്റെ മൂന്നാം ഭാഗത്തിന്. പക്ഷേ നമ്മുടെ എമ്പുരാൻ എന്ന സിനിമേന്റെ 266 കോടി തകർക്കാൻ ചാൻസ് 50-50 ആണ്. കാരണം നിലവിൽ 14ാമത്തെ ദിവസം ആകുമ്പോൾ നല്ല പോലെ ഇടിഞ്ഞു വരുന്നുണ്ട് സിനിമയുടെ കളക്ഷൻ, കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പൊ നിലവിൽ 300 കോടി എന്നല്ല നോക്കുന്നത്, 250 കോടി എത്തുമോ എന്നാണ് സംശയം. കാരണം സിനിമയുടെ കളക്ഷൻ നല്ല പോലെ കുറഞ്ഞു വന്നിട്ടുണ്ട് മൂന്നാമത്തെ ആഴ്ചയിലോട്ട് എത്തിയപ്പോൾ. ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ചൂടും ഉഷാറൊക്കെ പെട്ടെന്നാണ് പോയത് സിനിമയ്ക്ക് 14ാമത്തെ ദിവസം ആകുമ്പോൾ, അല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ചയിലോട്ട് പോകും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അനുസരിച്ചുണ്ടാവും സിനിമയുടെ ഫൈനൽ കളക്ഷൻ. നമ്മുടെ 300 കോടിയിലോട്ട് എത്തുമെന്ന് സത്യം പറഞ്ഞാൽ ഒരു ചാൻസും കാണുന്നില്ല നിലവിലെ കളക്ഷൻ നോക്കുമ്പോൾ. 250 കോടിയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും വാഴ 2 കളക്ഷൻ മറികടക്കുമെന്ന് കൺഫേം തന്നെയാണ്. അത് മാത്രമല്ല നമ്മുടെ എമ്പുരാനെ കളക്ഷൻ തകർക്കുമെന്ന് ചോദിച്ചാൽ സ്റ്റിൽ സംശയം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുത്തുക. പടം കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനൽ.